നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സദസ് ഞായറാഴ്ച. ധാർമ്മിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സദസ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4:30 മുതൽ രാത്രി 10 മണിവരെ ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാഫിളും ഖാരിയുമായ പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. പ്രഗത്ഭ പ്രഭാഷകനും മോട്ടിവേറ്ററുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ഖുർആൻ വിചിന്തന പ്രഭാഷണം നിർവഹിക്കും. കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യ അതിഥിയായിരിക്കും. സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ സദസ്സ് അടുത്ത ഞായറാഴ്ച 15-ാം തീയതി വൈകുന്നേരം 4:30 മണി മുതൽ 10 മണി വരെ ഉള്ള സമയങ്ങളിലായി ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിന് സാക്ഷിയായ പരിശുദ്ധ റമദാൻ മാസം സമാഗതമാകുന്ന ഈ ഘട്ടത്തിൽ മനോഹരമായ കാരിയുകൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കേരളത്തിലെ അറിയപ്പെടുന്ന കാരിയുകൾ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ഏറെ ഹൃദ്യമാണ്, മനോഹരമാണ്. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. പ്രഗത്ഭ മോട്ടിവേറ്ററും പ്രാസംഗികനുമായ പ്രഭാഷകൻ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ വിശുദ്ധ ഖുർആൻ വിചിന്തന പ്രഭാഷണം നിർവഹിക്കും. ഈ വർഷം വളവന്നൂരിൽ നടന്ന AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ജേതാവ്, ഒന്നാം സമ്മാനമായ 10 ലക്ഷം സമ്മാനം നേടിയ ജേതാവ് ഹാഫിദ് സഹൽ കുട്ടിലങ്ങാടിയെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കും. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി തിരൂരിൻ്റെ പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ, തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ AP അബ്ദുസമദ്, മുൻ PRD അഡീഷണൽ ഡയറക്ടർ, ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി കൂടിയായ PA റഷീദ് എന്നിവർ അതിഥികളായി സംബന്ധിക്കും. ഹാഫിദ്മാരായ മിസ്അബ് കൊടുവള്ളി, ഫർഹാൻ, സക്കരിയ നജ്മി തുടങ്ങിയ പ്രഗത്ഭരായ കാരികൾ ഈ പരിപാടിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. വിപുലമായ സൗകര്യങ്ങളാണ് സിറ്റി പ്ലാസയിൽ ഒരുക്കിയിട്ടുള്ളത്. 1500-ലേറെ പേർക്ക് നേരിട്ടും സ്ക്രീൻ വഴിയും സൗകര്യപ്രദമായ രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ഖുർആൻ സദസ്സ് സംഘടിപ്പിക്കുന്നത് 5-ാമത്തെ തവണയാണ്. തിരൂരിൻ്റെ ജനഹൃദയം ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വർഷവും വൻ ജനാവലി ഈ പരിപാടിക്ക് എത്തും തന്നെയാണ് സംഘാടകരുടെ പ്രതീക്ഷ. വിപുലമായ സൗകര്യങ്ങൾ സംഘാടക സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശത്തിൻ്റെ ഒരു ഓഡിറ്റോറിയമാണ് സിറ്റി പ്ലാസ. നമുക്കറിയാം, തീരദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ അവരുടെ ചടങ്ങുകൾക്ക് വേണ്ടി അവർ ഉപകാരപ്പെടുത്തുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരദേശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വലിയ രീതിയിൽ ഇത്തരം പരിപാടികൾ കാണുന്നുണ്ട്. കഴിഞ്ഞ തവണയും അവരുടെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളാണ് നമ്മൾ ഹാളിനകത്ത് തന്നെ, സാധാരണ ഒരു പ്രോഗ്രാമിനൊക്കെ ഹാളിന് പുറത്തായിരിക്കും, പക്ഷേ ഹാളിനകത്ത് തന്നെ അവർക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ പുറത്ത് സ്ക്രീനിലൊക്കെ അവർ കാണിക്കുക. നമ്മുടെ തിരൂർ സാംസ്കാരിക വേദിയുടെ വിശുദ്ധ ഖുർആൻ സദസ്സ് നമ്മൾ സ്ഥിരമായി നടത്തുന്നതാണ്. 5-ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നടത്തുന്നത്. റമദാനോടനുബന്ധിച്ച് നടത്തുന്ന ഈ സദസ്സ് ഒരുപാട് വിശ്വാസികൾ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സദസ്സാണ്. ഒരുപാട് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാറുണ്ട്. വളരെ പ്രഗത്ഭരായ കാരികളാണ്. അതായത് വിവിധ ശൈലികളിൽ അവർ ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ പാരായണത്തിന് വിവിധ ശൈലികളുണ്ട്. വളരെ മനോഹരമായിട്ട് അത് പാരായണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. വളരെ നല്ല ഇമ്പമാർന്ന ശൈലിയിൽ വിവിധ പ്രഗത്ഭരായ വളരെ പ്രശസ്തരായ കാരികളുടെ അതേ ശൈലി അനുകരിച്ചുകൊണ്ട് സപ്തശൈലിയിൽ 7 ശൈലികളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു സക്കരിയ നജ്മി എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഒരു കാരി പങ്കെടുക്കുന്നുണ്ട്. AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ജേതാവായിട്ടുള്ള സഹൽ കുട്ടിലങ്ങാടി
വളരെ ചെറുപ്പക്കാരനാണ്. അതുപോലെ മിസ്സബ് എം കെ കൊടുവള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫോളോവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസ് കൂടിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം വെട്ടം മാലിക്കോയ, വെട്ടം നാടിന്റെ മഹനീയ നേതൃത്വവും ഗുരുനാഥനുമായിരുന്ന വെട്ടം പി കെ ബാപ്പു മുസ്ലിയാർ അനുസ്മരണ ഭാഷണം നിർവഹിക്കും. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുൽ സമദ്, മുൻ PRD അഡീഷണൽ ഡയറക്ടർ PA റഷീദ് എന്നിവർ സംബന്ധിക്കും. സ്വാഗത സംഘം ചെയർമാൻ തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കൂടിയായ MA റഫീഖ് അധ്യക്ഷത വഹിക്കും. ഇത്തവണത്തെ സദസ്സിൽ ഈ വർഷത്തെ എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് ജേതാവ് ഹാഫിൽ സഹൽ നജ്മി കുട്ടിലങ്ങാടിക്ക് സ്നേഹാദരം നൽകും. അദ്ദേഹത്തിന്റെ ഖുറാൻ പാരായണത്തിന് പുറമെ ഖാരിയ സക്കറിയ നജ്മി, മിസബ് എം കെ കൊടുവള്ളി, തിരൂർ IP അഹമ്മദ് കുട്ടി മാസ്റ്റർ, സ്മാരക ഹിഫ്ലുൽ ഖുറാൻ കോളേജിൽ നിന്നുള്ള ഹാഫിൽ മുഹമ്മദ് ഫർഹാൻ, കോട്ടയം അബ്രാർ ഹിഫ്ലുൽ ഖുറാൻ കോളേജിൽ നിന്നും ഹിഫ്ൽ പൂർത്തിയാക്കിയ ഹാഫിൽ മുഹമ്മദ് അഫാൻ എന്നീ പ്രശസ്തരായ ഖാരിയുകൾ വിശുദ്ധ ഖുറാൻ വിവിധ ശൈലികളിൽ പാരായണം ചെയ്യും. എല്ലാ വർഷവും വിശുദ്ധ റംസാൻ മാസത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കാറുള്ള വിശുദ്ധ ഖുറാൻ സദസ്സിനായി തിരൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും പൂർണ്ണമായും ശീതീകരിച്ച ഉണ്ണിയാൽ സിറ്റി പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ സ്ത്രീകളടക്കം 1500ഓളം പേർക്ക് സുഗമമായി വീക്ഷിക്കാനാവും വിധം സ്ക്രീനുകളടക്കം സംവിധാനിച്ചതായും വിപുലമായ പാർക്കിംഗ് സംവിധാനമടക്കമുള്ള സൗകര്യങ്ങൾ സജ്ജീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് MA റഫീഖ്, സഹഭാരവാഹികളായ നൌഷാദ് അനാര, EK മുഖ്തസിം ബില്ലാഹ്, റസാഖ് ഖാലിത്തിയൂർ, KM നൌഫൽ, കരീം വട്ടം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. അസീസിയ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ, പൊറ്റത്തപ്പടി, തിരൂർ.